കലാലോകത്ത് ഒരു സംഗീത സംവിധായകനായി കലേശൻ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് സുലോചനയുമായുള്ള വിവാഹം. പ്രശസ്തരായ രണ്ടുപേരുടെ ഒത്തുചേരലായിരുന്നു അത്. വിവാഹശേഷം കലേശന്റേതായി അധികം പാട്ടുകളുണ്ടായില്ല. പാട്ടുകാരിയെ സ്വന്തമാക്കിയ അഭിമാനം നിലനിൽക്കെ പാട്ടുകൾക്ക് ഈണമൊരുക്കാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുകയായിരുന്നു. പലരും എന്നെ ഒറ്റപ്പെടുത്തിയെന്നൂടെ വേണമെങ്കിൽ എനിക്ക് പറയാൻ കഴിയും. കാരണം പല വേദികളും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ. പക്ഷേ അതൊന്നും ഞാൻ അത്ര കാര്യമാക്കിയില്ല. ആ കാലഘട്ടത്തിൽ എനിക്കൊരു ജോലിയോടെ കിട്ടിയതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ട് വന്നില്ലെന്ന്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ജോലി ഇല്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ട് വന്നേനെ. ഇത് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കതിനെ തരണം ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ എന്നിട്ട് KSRTCയിൽ കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു വിവാഹം നടക്കുന്ന കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ആ ശമ്പളം എനിക്ക് കിട്ടുന്നതുകൊണ്ട് പട്ടിണി കൂടാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പരിപാടി മാത്രമല്ലല്ലോ, പരിപാടിയെ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ ചിലപ്പം അങ്ങനെ എനിക്ക് വന്നു പോയതിന്. അത് വന്നില്ല. അപ്പോൾ ഈ പരിപാടി കിട്ടാതിരിക്കാനും അന്നത്തെ കുറേ സുഹൃത്തുക്കൾ പലയിടത്തും ഒറ്റപ്പെടുത്താനും ഒക്കെ ശ്രമിച്ചതായിട്ട് എനിക്കറിയാം. ഒരു കാലത്തും ദന്തഗോപുരത്തിൽ ജീവിച്ച ഒരു കലാകാരനായിരുന്നില്ല കലേശൻ. സംഗീതം ഒപ്പമുണ്ടായിരുന്നെങ്കിലും ജീവിതയാത്രകൾ ശ്രുതിമധുരമായിരുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടുന്ന സൗകര്യങ്ങളോ സൗഭാഗ്യങ്ങളോ ഇല്ലാതെ യാതനകൾ ഒരുപാട് അനുഭവിച്ചാണ് കലേശന്റെ കലാജീവിതം കടന്നുപോയത്. ഞാനും സുലോചനയും ഈ ഞാൻ മുമ്പ് പറഞ്ഞ അച്ഛൻ കുഞ്ഞ് അങ്ങനെ തുടങ്ങിയ കലാകാരന്മാരെല്ലാം കൂടെ പങ്കെടുക്കുന്ന ഒരു നാടകമുണ്ട്, സീമന്തിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവർഷോളം എന്ന് പറഞ്ഞാൽ നിലമ്പൂരിൽ നിന്ന് ഏതാണ്ട് 10-40-180 കിലോമീറ്റർ ഹൈ റേഞ്ചാണ്, വലിയ ഉയർന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ വാന് അന്ന് നാഷണൽ തിയേറ്റേഴ്സിൻ്റെ സമിതിയായിരുന്നു. നാഷണൽ തിയേറ്റേഴ്സിൻ്റെ വാന് ഒരു പഴയ വണ്ടിയാണ്. അതിലായി കയറ്റം കയറി പതുക്കെ നിരങ്ങി കയറിക്കൊണ്ട് പോകുന്ന വഴിക്ക് എതിരെ വന്ന തമിഴ്നാടൻ ട്രാൻസ്പോർട്ട് ഞങ്ങളുടെ വണ്ടിയായിട്ട് കൂട്ടിയിടിക്കുന്നു. ഈ ചുരം കയറിപ്പോകുന്ന വണ്ടി ആരുടെയോ ഭാഗ്യം കൊണ്ട് താഴ്വാര അടിയിലേക്ക് പോയില്ല, അവിടെ തട്ടി നിന്നു. അതിലുണ്ടായിരുന്ന വളരെ 1-2 പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നല്ല മുറിവുകളും നല്ല പരുക്കുകളും ഉണ്ടായിരുന്നു. ഈ പരുക്കുകളോടെ അന്ന് പങ്കെടുത്ത അന്നുണ്ടായിരുന്ന കലാകാരന്മാരെല്ലാം കലാകാരികൾ ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ എന്ത് അസുഖമാണെങ്കിലും ഇവിടെ നാടകം കളിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ആ ലോറിയെ കയറിയിട്ട് ഈ ദേവർഷോള അമ്പലത്തിൽ ചെന്ന് നാടകം കളിച്ചു. ഇന്നത്തെ കലാസംഘടനകൾ ഈ ത്യാഗം എത്ര കലാസംഘടന സഹിക്കും, എത്ര കലാകാരന്മാർ ഈ ത്യാഗം സഹിക്കും? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ കാലഘട്ടവും ഈ കാലഘട്ടവും വളരെയധികം വ്യത്യാസമുണ്ട്. കലാകാരനായി പാട്ടുകളിലൂടെ അടയാളം എഴുതിയ ഈ സംഗീത സംവിധായകൻ ഇന്നും തന്നെ വളർത്തിയ നാടക പ്രസ്ഥാനത്തോടും രാഷ്ട്രീയ പാർട്ടിയോടും ബഹുമാനമേറെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയ പാട്ടുകാരിയാണ് KPSC സുലോചന. പാർട്ടിയെ വളർത്തിയ പാട്ടുകാരിൽ ഒരാളുമാണ് സുലോചന. കലേശനും പാർട്ടിയുടെ പേരിൽ തന്നെയാണ് അറിയപ്പെട്ടത്. എല്ലാ ഇലക്ഷൻ വരുമ്പോഴും സുലോചന വേണമായിരുന്നു. ആ സുലോചനയോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു എല്ലാ വേദികളിലും. ഒരു വേദി പോലും ഞാനില്ലാത്ത അവർ പങ്കെടുത്ത വേദികളില്ല. അത് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും അല്ലാത്ത ഇതിനാണ് വേണ്ടി. അപ്പം അവർക്കൊക്കെ വിരോധം ഉണ്ടെങ്കിൽ പിന്നീട് ഞങ്ങൾ സഹകരിച്ചപ്പോൾ വിരോധം മാറിക്കാണുമല്ലോ. ഇന്നത്തെ പല നേതാക്കന്മാരുടെയും ജയത്തിൻ്റെ പിന്നിൽ സുലോചനയുടെ പാട്ടുകളും ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഞങ്ങൾ പോയിട്ടുണ്ട്. നിരന്തരം ഒരു ദിവസം 10-12 വേദികളിൽ ഓരോ മണിക്കൂർ വെച്ച് പാടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അങ്ങനെ പാടാൻ സുലോചനയ്ക്കേ കഴിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു കലാകാരിക്കും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അവിടെ എല്ലാം ജനലക്ഷങ്ങളും, അല്ലാതെ പിന്നെ ചെറിയൊരു കാര്യമല്ലത്. പ്രതീക്ഷിക്കാത്തിടത്ത് പോലും ആളുകൾ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ജനങ്ങൾ കേൾക്കാനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട്. DYFIയുടെ സമ്മേളനം നടക്കുന്നു. ജില്ലാ സമ്മേളനമായിരുന്നോ സംസ്ഥാന സമ്മേളനമാണോ എന്ന് അറിഞ്ഞില്ല, ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. സ്റ്റേജിൽ സുലോചനയുടെ ഗാനമേള. ഞങ്ങളിവിടുന്ന് നേരത്തെ ചെന്ന് ഗാനമേള നടത്തുമ്പോൾ അതിനോട് തന്നെ തൊട്ട് ചേർന്ന് പുറകെ കുറച്ച് പക്കത്തിൽ വേറൊരു സ്റ്റേജുണ്ട്. അവിടെ പാർട്ടി സഹാക്കളെല്ലാം ഇരിക്കുന്നു. അതായത് EK നയനാർ, പിന്നെ S ശർമ്മ, അന്നത്തെ അന്നും പ്രശസ്തരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇരുന്നു. ഞങ്ങളുടെ പരിപാടി തുടങ്ങി ഓരോ പാട്ടുകൾ കഴിയുമ്പോഴും എല്ലാവരും ജനം വന്നേ ഭയങ്കര തെങ്കയുടെ മൈതാനം മുഴുവൻ ആളാണ്. അപ്പം പാടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ ഇന്ന പാട്ടുകൊണ്ട് പാടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ തലയ്ക്ക് മീതെ എന്നുള്ള പാട്ട് പാടിയപ്പോഴും പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ നയനാരെന്ത് കരയുന്ന കണ്ടു. ചെയ്യും വേഴാ
ചാമ്പൽ ഞാൻ ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അത് മരിക്കുന്നിടം വരെ അവർ പാടുമ്പം ഭയങ്കര ഫീലിംഗാണ് പാട്ട്. അത് ആ പാട്ടൊന്നല്ല, ഏത് പാട്ട് പാടുമ്പോഴും ആ ഫീലിംഗ് ഉണ്ട്. പക്ഷേ ഈ തലയ്ക്ക് മീതെ പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി, അവർക്ക് ഒരു വികാരം അതിനകത്തുണ്ടാകുമായിരുന്നു. യൗവനം കൈവിട്ടു പോയെങ്കിലും സംഗീതത്തോടൊപ്പം ചേരുമ്പോൾ ഇന്നും ചെറുപ്പമാണ് കലേശന്. KPSC സുലോചനയുടെ സ്മരണയ്ക്കായി തുടങ്ങിയ മ്യൂസിക് സ്കൂളിൽ ഒരു സംഗീതാധ്യാപകന്റെ വേഷത്തിൽ ഇളം തലമുറയ്ക്കൊപ്പം ഇപ്പോഴും ഇദ്ദേഹമുണ്ട്. സംസ്കാര മ്യൂസിക് അക്കാദമി എന്നതിൻ്റെ പേര്. അത് സുലോചനയുടെ ഒരു ആഗ്രഹമായിരുന്നു. അതിനകത്ത് നിർധനരായ കുറേ കലാകാരന്മാരെ പഠിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ളത് സുലോചനയുടെ ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് ആ സംസ്കാര മ്യൂസിക് അക്കാദമി ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി കുട്ടികളോട് പഠിക്കുന്നുണ്ട്.